السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي، آمين يا رب العالمين. സത്യവിശ്വാസികളെ, നാം ഓരോരുത്തരും അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മാത്രം ഇബാദത്ത് ചെയ്യുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നതുപോലെ മനസ്സിലാക്കുകയും അത് ജീവിതത്തിൽ പകർത്താൻ കഴിവിന്റെ പരമാവധി ശ്രമിക്കുന്നവരുമാണ്. അഥവാ മുഅ്മിനീങ്ങളിൽ ഉൾപ്പെടാൻ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ ജീവിതത്തിലെ പല സന്ദർഭങ്ങളിലും നാം ഓരോരുത്തരും അനുഭവിക്കാറുള്ള ഒരു കാര്യമാണ്, നാം മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ നാം പഠിക്കുന്ന ഈമാനികമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കർമ്മങ്ങളിൽ വരുന്ന സ്വാലിഹായ അമാലുകൾ, അതുപോലെയുള്ള ദീനിയായ കാര്യങ്ങളെയും അതേസമയം നമ്മുടെ ദുനിയവിയായിട്ടുള്ള നമ്മുടെ മറ്റു പല കാര്യങ്ങളെയും, അതുപോലെ നമ്മുടെ ജോലി, നമ്മുടെ വരുമാനം, നമ്മുടെ ജീവിതത്തിന്റെ വിവാഹം, കച്ചവടം, അതുപോലെയുള്ള കാര്യങ്ങൾ, ഇത് രണ്ടിനെയും ബന്ധിപ്പിക്കാനും ഇത് രണ്ടിനെയും ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എങ്ങനെയാണ് എന്ന് അറിയാത്ത തരത്തിൽ വരുന്ന പല സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ഇത് ഞാൻ ദീനിയായിട്ട് കൈകാര്യം ചെയ്യേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തിലെ ഈ സന്ദർഭം ഞാൻ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നമുക്ക് പലപ്പോഴും മനസ്സിലാകാൻ സാധിക്കാത്ത വരാറുണ്ട്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ഉമ്മത്തിന് നൽകിയ ഒരുപാട് വസിയ്യത്തുകളുണ്ട്, ഒരുപാട് വസിയ്യത്തുകൾ. ആ വസിയ്യത്തുകളെ, ആ ഉപദേശങ്ങളെ, നിർദ്ദേശങ്ങളെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്താൽ ഒരു വലിയ തോതിൽ ഈ വിഷയങ്ങളെ മനസ്സിലാക്കാൻ, ഉൾക്കൊള്ളാനും നമുക്ക് സാധിക്കും. ഈ ഒരു വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു ഹദീസാണ് നാം ഇന്ന് മനസ്സിലാക്കുന്നത്, ഇൻഷാ അല്ലാഹു ബില്ലാഹി തൗഫീഖ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് സഹീഹ് മുസ്ലിമിലെല്ലാം കാണാം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വ അഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ് വഫീ കുല്ലിൻ ഖൈർ ഇഹ്രിസ് അലാ മാ യൻഫഉക വസ്തഇൻ ബില്ലാഹ് വലാ തഅജിസ് وإن أصابك شيء فلا تقل لو أني فعلت كان كذا وكذا ولكن قل قدر الله وما شاء فعل فإن لو تفتح عمل الشيطان. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ഖവിയായ, ശക്തനായ മുഅ്മിനാണ് അല്ലാഹുവിലേക്ക് കൂടുതൽ ഇഷ്ടമുള്ളവനും, അതായത് അള്ളാഹുവിന് കൂടുതൽ ഇഷ്ടമുള്ളവനും കൂടുതൽ ഖൈറുള്ളതും. വഫീ കുല്ലിൻ ഖൈർ, എന്നാൽ എല്ലാവരിലും ഖൈറുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള നഫ്ഉള്ള കാര്യങ്ങൾ നീ കൂടുതൽ തൽപരനാവുക, താല്പര്യം കാണിക്കുക, അതിന് പരിശ്രമിക്കുക. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോട് സഹായം തേടുക. വലാ തഅജിസ്, നീ ദുർബലനാകരുത്, നിനക്ക് ദുർബലത ഉണ്ടാവരുത്. വഇൻ അസ്വാബക ശൈഉൻ ഫലാ തഖുൽ, നിനക്ക് എന്തെങ്കിലും ബാധിച്ചു കഴിഞ്ഞാൽ നീ പറയരുത് ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഞാൻ അങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അങ്ങനെയാകുമായിരുന്നു, ഇങ്ങനെയാകുമായിരുന്നു എന്നുള്ള നിലയ്ക്ക്. വലാകിൻ ഖുൽ, പക്ഷെ നീ പറയുക ഖദ്ദറല്ലാഹ്, അല്ലാഹു തആല ഖദറാക്കിയതാണ്, അല്ലാഹു തആല തീരുമാനിച്ചതാണ്. വമാ ശാഅ ഫഅൽ, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ പ്രവർത്തിക്കും. ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ, ഈ ലൗ എന്നുള്ള വാക്ക്, അഥവാ മലയാളത്തിൽ എങ്കിൽ എന്നെല്ലാം പറയുന്ന തരത്തിലുള്ള ആ വാക്ക് തഫ്തഹു അമല ശൈത്താൻ, ഷൈത്താനിന്റെ അമലിനെ തുറക്കുന്നതാണ്.
ഈ ഹദീസിനെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഓരോ പിന്നെ ലഫ്ളുകളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഓരോ വാചകങ്ങളായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം. ഈ ഹദീസിനെ നമ്മൾ യഥാർത്ഥ രൂപത്തിൽ ഈ ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിനെ നമുക്കറിയാം, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള ആ ഒരു നിർദ്ദേശമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ ഇത് ഉൾക്കൊള്ളുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ പല സന്ദർഭങ്ങളെയും ഈമാനിനോടും അതുപോലെ ജീവിതത്തിന്റെ മറ്റു പല കാര്യങ്ങളോടും ബന്ധിപ്പിക്കാൻ നമുക്ക് പറ്റും. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം തന്നെ പറഞ്ഞത് അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. മുഅ്മിനുൽ ഖവിയ്യ്, ശക്തനായ വിശ്വാസി. മുഅ്മിൻ, ഈമാൻ ഒരുപാട് ദറജകളുണ്ട്. നമുക്കറിയാം, ദീനിന്റെ മറാത്തിബുകൾ നാം പഠിക്കുന്നവരാണ്. മറാത്തിബുദ്ദീൻ, അതാ ഇസ്ലാം എന്ന് പറയുമ്പോൾ തന്നെ അതിന് 3 മർത്തബകളുണ്ട്. ഒന്നാമത്തേത് ഇസ്ലാം, രണ്ടാമത്തേത് ഈമാൻ, മൂന്നാമത്തേത് ഇഹ്സാൻ. ഒന്നൊന്നിനേക്കാൾ മെച്ചമുള്ളതാണ്, ഉത്തമമായതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ള വിളിച്ചു പറയും, നാവുകൊണ്ട് ഇസ്ലാം സ്വീകരിക്കുകയും ഖൽബിൽ ഈമാൻ കേറാത്തവരുമായ ആളുകളെ എന്ന് വിളിച്ചിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പല ഹദീസുകളും നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇസ്ലാമിന്റെയും ഈമാനിന്റെയും ഇഹ്സാനിന്റെയും ഓരോ മർത്തബകൾ ഉണ്ട് ദീനിൽ. ഇതിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തസ്ദീഖു ബിൽ ഖൽബ് വ ഇഖ്റാറു ബിൽ ലിസാൻ വ അമലുൻ ബിൽ ജവാരിഹ്. ഖൽബിൽ ഉറപ്പിക്കുകയും സത്യപ്പെടുത്തുകയും നാവുകൊണ്ട് പറയുകയും അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന കർമ്മങ്ങൾക്കനുസരിച്ച് നന്മ ചെയ്താൽ കൂടുകയും പാപങ്ങൾ ചെയ്താൽ, മഅസിയത്തുകൾ ചെയ്താൽ കുറയുകയും ചെയ്യുന്നതാണ് ഈമാൻ. ഈമാൻ തന്നെ കാമിലും നാഖിസും ഉണ്ടാകും. പൂർണ്ണമായ ഈമാനിന്റെ ആളുകൾ ഉണ്ടാവും, എന്നാൽ കുറവുള്ള ഈമാനിന്റെ ആളുകളും ഉണ്ടാവും. സലഫുകളിൽ പലരും പറയുമായിരുന്നു, അന മുഅ്മിനുൻ ഇൻഷാ അല്ലാഹ്, ഞാൻ മുഅ്മിനാണ് ഇൻഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചാൽ. ഇത് അവരുടെ ഈമാനിൽ സംശയിച്ചിട്ടല്ല അവർ പറയുന്നത്. അവർ പറയാനുള്ള കാരണം ഈമാനിന്റെ പൂർണ്ണത ഞങ്ങൾക്ക് എത്തിയിട്ടുണ്ടോ എന്നുള്ള ഭയം, അവരുടെ വിനയം. അതുകൊണ്ടാണ് അവർ അങ്ങനെ പറഞ്ഞിരുന്നത്. ഇവിടെ ഈമാനുള്ളവരെ 2 ഖിസ്മുകളായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുതരാൻ. അൽ മുഅ്മിനുൽ ഖവി, അൽ മുഅ്മിനുൽ ദഈഫ്. ഖവിയായ ശക്തനായ മുഅ്മിൻ, അതുപോലെ ദുർബലനായ മുഅ്മിൻ. ഇവിടെ ശക്തൻ എന്ന് പറഞ്ഞത് അവന്റെ ആരോഗ്യത്തിലെ ശക്തിയല്ല, അവന്റെ ശരീരത്തിലെ ശക്തിയല്ല. ശരീരത്തിലെ ശക്തി എന്നുള്ളത് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന കാര്യങ്ങൾക്കാണ് ഉപയോഗപ്പെടുത്തുന്നത് എങ്കിൽ അതവന് ദോഷമാണ്. അതായത് ദാത്തിയായിട്ട്, അടിസ്ഥാനപരമായിട്ട് ശരീരത്തിന്റെ ഖുവ്വത്തിന് എന്തെങ്കിലും പ്രശംസിക്കപ്പെടേണ്ട കാര്യമോ അല്ല, അല്ലെങ്കിൽ എന്തെങ്കിലും മദ്മൂം, എന്തെങ്കിലും തരം താഴ്ത്തേണ്ട കാര്യവുമല്ല ശരീരത്തിന്റെ ശക്തി. അത് എന്തിനു ഉപയോഗിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് അതിനുള്ള മഹത്വമില്ലായ്മയെല്ലാം. അപ്പൊ ഇവിടെ മുഅ്മിനുൽ ഖവി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത് ഈമാനിന്റെ ഖുവ്വത്തിനെയാണ്. ഒരുത്തന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അതുപോലെ ഗൈബിയായിട്ട് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളെല്ലാമുള്ള ഈമാനിന്റെ കരുത്ത്, അതാണ് അൽ മുഅ്മിനുൽ ഖവി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സിഫത്ത്, ഈമാനിന്റെ ഖുവ്വത്ത് ഉണ്ടാവുക എന്നുള്ളത് ഒരു മുഅ്മിനിനെ ഏറ്റവും ഈമാനിന്റെ ഉന്നതമായ ദറജയിൽ എത്തിക്കുന്ന കാര്യമാണ്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ളഈഫ്. ദുർബലനായ മുഅ്മിൻ, ഈമാനിന്റെ പൂർണ്ണതയില്ലാത്ത, നാഖിസായ ഈമാനുള്ള, പൂർണ്ണതയിലെത്താത്ത, അഥവാ അവന്റെ അറിവ് കൊണ്ടും അവന്റെ അമല് കൊണ്ടും. എങ്ങനെയാണ് ഒരുത്തന്റെ ഈമാനിൽ അവൻ ഉന്നതിയിലെത്താൻ സാധിക്കുക? അവന് ദീനിയായ ഇൽമും ആ ഇൽമിന്റെ മുഖ്തവ അനുസരിച്ചിട്ടുള്ള അമലും, അതായത് എന്താണോ ഇൽമു കൊണ്ട് ഉദ്ദേശിക്കുന്ന അമല്, ഈ 2 കാര്യങ്ങൾ ഉണ്ടാവുമ്പോഴാണ് അവന്റെ ഈമാനിൽ വർധനവുണ്ടാവുക. ഈ 2 കാര്യങ്ങൾ ഒരുമിച്ചുണ്ടാവുമ്പോഴാണ് അവന്റെ ഈമാനിൽ വർധനവുണ്ടാവുക. എന്നാൽ ഇതിൽ കുറവുള്ള, ദഈഫായ, ദുർബലമായ ഈമാനുള്ള ആളുകൾ ഉണ്ടാവും. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ ഏറ്റവും പ്രിയപ്പെട്ടതും ഇഷ്ടമുള്ളതും ഖൈറുള്ളതും ആർക്കാണ്? അൽ മുഅ്മിനുൽ ഖവി, ശക്തമായ ഈമാനുള്ള. നമുക്ക് കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബാക്കളിൽ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനെ സംബന്ധിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് എന്താണ്? ഉമറും ശൈത്താനും ഒരു വഴിയിലൂടെ പോകില്ല. അഥവാ ഉമർ ഒരു വഴിയിൽ പ്രവേശിച്ചാൽ ശൈത്താൻ ആ വഴിയിൽ നിന്ന്
മാറിപ്പോകുമെന്നത്. അത്രയും ശക്തമായ ഈമാനായിരുന്നു ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതുപോലെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന്റെ സമയത്ത് ഇസ്ലാമിക ലോകം ഒരു ഭാഗത്ത് കള്ളപ്രവാചകന്മാർ, അതുപോലെ തന്നെ ദീനിൽ തെറ്റിപ്പോകൽ, മറുഭാഗത്ത് മുസ്ലിമുകൾക്കിടയിൽ ഒരുപാടുള്ള ചർച്ചകൾ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുള്ള സമയത്ത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനിന്റെ കരുത്ത്, സെയ്ദ് റളിയല്ലാഹു ഉസാമ ബിൻത് സെയ്ദ് റളിയല്ലാഹു അൻഹുവിന്റെ സൈന്യം റോമിലേക്ക് യുദ്ധത്തിന് പോകുന്നത്, അതുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിക ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങളുണ്ട്. അവിടെ നാം പറയുന്നത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ ഈമാനിന്റെ സ്ഥൈര്യമാണ് റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ സമയത്ത് ഇസ്ലാമിക ലോകത്തെ പിടിച്ചു നിർത്തിയത്. അങ്ങനെ ഒരുപാട് സ്വഹാബാക്കൾ ശക്തമായ ഈമാനിന്റെ ഉടമസ്ഥരായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ശക്തമായ ഈമാൻ അത് എന്തുകൊണ്ടും ഉത്തമമായതാണ്, ഖൈറായതാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വഫീ കുല്ലിൻ ഖൈർ, എന്നാൽ രണ്ടു കൂട്ടരിലും എന്തുണ്ട്? ഖൈറുണ്ട്. മുഅ്മിൻ ദഈഫാണെങ്കിലും അവനിൽ ഖൈറുണ്ട്. മുഅ്മിൻ ഖവിയായത് അതിനേക്കാൾ കൂടുമെന്ന് മാത്രം. ഈ ഒരു രീതി ഇപ്പോ നമ്മൾ ഈ പറയുമ്പോൾ, ഈ ഹദീസ് പറയുമ്പോൾ, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈറുൻ. ഒരാളെ ഒന്നിനേക്കാൾ ഉത്തമമാണെന്ന് പറഞ്ഞ് രണ്ടിൽ നന്മയുണ്ട് എന്ന് പറയുന്ന രീതി അറബി ഭാഷയിലെ ബലാഗയുടെ ഉലമാക്കൾ അവർ പറയും അൽ ഇഹ്തിറാസ്. അതായത് ഇതിന് പറയുന്നത്, അതായത് ഒരാൾ ഒരു വാക്ക് പറയും, എന്നാൽ അവൻ ഉദ്ദേശിക്കാത്ത ഒരു അർത്ഥം അതുകൊണ്ട് ആളുകളെ ധരിപ്പിക്കും. എന്നിട്ട് അതിനുശേഷം എന്താണ് അവരിൽ തമ്മിലുള്ള ആ രണ്ട് കാര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയാൻ മറ്റൊരു വചനം പറയും. അതായത് വിശുദ്ധ ഖുർആനിൽ ഒന്ന് രണ്ട് തെളിവുകൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഒന്നിനും മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഹദീദിൽ പറയുന്നുണ്ട്, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ ഉലൈക അഅ്ദമു ദറജതൻ മിനൽ ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്നാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ലാ യസ്തവി മിൻകും മൻ അൻഫഖ മിൻ ഖബ്ലിൽ ഫത്ഹി വഖാതൽ, നിങ്ങളുടെ, അതായത് സ്വഹാബാക്കളുടെ കൂട്ടത്തിൽ മക്കം ഫത്ഹിന് മുൻപ് ചെലവഴിച്ചവരും പിന്നെ യുദ്ധത്തിൽ ഏർപ്പെട്ടവരും പിന്നെ അതിനുശേഷം വരുന്നവരും ഒരുപോലെയല്ല. അതായത് ഫതഹിന് മുമ്പ് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചവരും യുദ്ധം ചെയ്തവരും അതിനുശേഷമുള്ളവരെ പോലെ ഒരുപോലെയല്ല. എന്നിട്ട് പറഞ്ഞു, ഉലൈക അഅ്ദമു ദറജതൻ മിനൽ ലദീന അൻഫഖൂ മിൻ ബഅദു വഖാതലു, മുൻപ് ചെലവഴിച്ചവരും യുദ്ധം ചെയ്തവരുമാണ് മറ്റവരെക്കാൾ ഉത്തമർ. വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന, എന്നാൽ രണ്ടു കൂട്ടർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഹുസ്നയുടെ തഫ്സീറിൽ നമുക്ക് കാണാം അൽ ജന്ന വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതായത് ഇവിടെ ഈ ഇഹ്തിറാസ് എന്ന ബലാഗയുടെ ഈ രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രണ്ടു കൂട്ടരെ താരതമ്യം ചെയ്യുമ്പോൾ മാത്രമാണ് അവർ തമ്മിലൊരു വ്യത്യാസം വരുന്നത്. അതല്ലാത്തപ്പോൾ അവര് ഒരേ അവസ്ഥയിലാണ് എന്നുള്ളത്. അതായത് ദഈഫായ മുഅ്മിനെയും ഖവിയായ മുഅ്മിനെയും ഇവരെ രണ്ടുപേരും താരതമ്യം ചെയ്യുമ്പോഴാണ് ഖവിയിനെ നമ്മൾ ഒന്ന് മഹത്തരപ്പെടുത്തി പറയുന്നത്. എന്നാൽ ഈ ദഈഫിനും അതേപോലെ ഖൈറുകൾ അവരിലും ഉണ്ട് എന്ന് വേർതിരിച്ച് പറയുമ്പോൾ, അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിൽ വകുല്ലൻ വഅദല്ലാഹുൽ ഹുസ്ന എന്ന് പറയുമ്പോൾ രണ്ടുപേരിലും നന്മയുണ്ട്. മറ്റൊരായത്ത് കൂടി ഈ വിഷയത്തിൽ കാണാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെയും ദാവൂദ് നബി അലൈഹിസ്സലാമിന്റെയും ചരിത്രം പറയുന്നിടത്ത്, അതായത് കുറച്ച് ആളുകളുടെ ആടുകൾ മറ്റൊരു കൃഷിയിടത്തിൽ കയറി ആ വിള നശിപ്പിക്കുകയും അതിൽ എന്ത് വിധി നടപ്പിലാക്കണമെന്ന് വന്നപ്പോൾ ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ വിധിയേക്കാൾ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ വിധി ഒന്നുകൂടി മെച്ചമായപ്പോൾ, ശരിയായപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദാവൂദ വസുലൈമാന ഇദ് യഹ്കുമാന ഫിൽ ഹർഫി ഇദ് നഫശത് ഫീഹി ഗനമുൽ ഖൗമി വകുന്നാ ലിഹുക്മിഹിം ഷാഹിദീൻ ഫഫഹംനാഹാ സുലൈമാൻ. അവർ രണ്ടുപേരും വിധി നടപ്പിലാക്കി എന്ന് പറഞ്ഞിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഫഫഹംനാഹാ സുലൈമാൻ, സുലൈമാന് നമ്മൾ ഫഹ്മ് കൊടുത്തു. ഇത് കേൾക്കുമ്പോൾ നമുക്ക് എന്താ തോന്നുക? ദാവൂദ് നബി അലൈഹി സ്വലാമിന് എന്തോ കുറവുണ്ട് എന്നുള്ളതാ. എന്നാൽ അതിനോട് തൊട്ടടുത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വകുല്ലൻ ആതൈനാ ഹക്മൻ വഇൽമ, രണ്ടുപേർക്കും ഹിക്മത്തും ഇൽമും വിധി നടപ്പിലാക്കാനുള്ള കഴിവും ഒക്കെ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ആ വിഷയത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാം താരതമ്യം ചെയ്യുമ്പോൾ ഉത്തമമായി എന്നുള്ള നിലക്ക് നാം പറഞ്ഞു വരുന്നത് ആ വാചകത്തിന്റെ ശൈലിയെ പറയുകയാണ്. അതായത് ഒരു മുഅ്മിന്റെ ഈമാൻ ലഈഫാണ് എന്നത് കൊണ്ട് അവന് ഒരു ന്യൂനതയുള്ള അല്ലെങ്കിൽ തരം താഴ്ന്ന ഒന്നല്ല, കാഫിറിനേക്കാളും മുനാഫിഖിനേക്കാളും എത്രയോ
ഉന്നതനാണ് വഈഫായ ഈമാനുള്ള ഒരു മുഅ്മിൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ രീതി വിശുദ്ധ ഖുർആനിൽ വേറെയും സ്ഥലങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ രീതി ഉപയോഗിച്ചത്. ഇതാണ് ഇഹ്തിറാസ് എന്ന് ബലാഗയിൽ പറയുന്നത്. ഇവിടെ നമ്മുടെ വിഷയം അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുവത്തുള്ള ശക്തമായ ഈമാനുള്ളവരെ മറ്റുള്ളവരെക്കാൾ ഇഷ്ടപ്പെടുകയും അതിൽ ഖൈറുണ്ട് എന്ന് പറയുകയും ചെയ്തു. ഇവിടെ എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്ന വിഷയങ്ങൾ, എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക, നിനക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ, നിനക്ക് നഫ്ഉള്ള കാര്യങ്ങളിൽ നീ തൽപരനാവുക, നീ താല്പര്യം കാണിക്കുക, അതിലേക്ക് നീ മുന്നിടുക എന്നുള്ള ആശയത്തിൽ. ഒരു മനുഷ്യൻ ചെയ്യുന്ന കർമ്മങ്ങളെ നമുക്ക് മൂന്നായി തരംതിരിക്കാം. ഒന്ന് അവന് നഫ്ഉള്ളത്, രണ്ട് അവനൊരു ദോഷമുണ്ടാവുന്നത്, അവന് ഗുണമുണ്ടാവുന്നത്, മൂന്ന് ഒരു നഫ്ഉമില്ലാത്ത, ഒരു ദോഷവുമില്ലാത്ത, ഒരു ഗുണവുമില്ലാത്ത പ്രവർത്തനങ്ങൾ. ഈ മൂന്ന് കാര്യങ്ങൾ. ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനോട് വസിയ്യത്ത് ചെയ്യുന്ന കാര്യം ഇഹ്രിസ് അലാ മാ യൻഫഉക. ഇത് നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിലും നാം സ്വയം പരിശോധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ഞാൻ ചെയ്യുന്നത് ഈ വസിയ്യത്ത് അനുസരിച്ചിട്ടാണോ എന്നുള്ളത്. നിനക്ക് ഉപകാരം നഫ്ഉ ഉണ്ടാവുന്ന കാര്യങ്ങളിൽ നീ തൽപരനാവുക, അഥവാ അതിനു വേണ്ടി നിന്റെ സമയം ചെലവഴിക്കുക. അതല്ലാത്ത അനാവശ്യ കാര്യങ്ങളിൽ നീ മുഴുകിക്കൊണ്ട്, നീ സമയം ചെലവഴിച്ചുകൊണ്ട് നിന്റെ ജീവിതം നശിപ്പിക്കരുത് എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക. നാം ഒരു കാര്യം ചെയ്യുമ്പോ ഈ സമയം എനിക്ക് നഫ്ആണോ ലറാണോ, അത് എന്തെങ്കിലും ഒന്നുമില്ലേ, എന്താണ് എന്റെ അവസ്ഥ? ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് കാണാം ഒരുപാട് ആളുകൾ മൊബൈൽ ഫോണിന്റെയും അതുപോലെ സോഷ്യൽ മീഡിയയുടെയും അതിന്റെ ഉള്ളിൽ കടന്ന് വെറുതെ സമയം കളയുന്നത്. നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ദിവസത്തിന്റെ ഏകദേശം പകുതി മുക്കാൽ സമയവും ഓരോ ആളുകൾ അതിൽ ചെലവഴിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഗുണമുണ്ടാവുന്നുണ്ടോ? വളരെ കുറച്ചു നേരം ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ ഉണ്ടാകുമായിരിക്കും ഓരോ ആളുകളുടെയും അവരുടെ ജോലിയും അവരുടെ മറ്റു പല കാര്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ. പക്ഷേ ഒരാവശ്യവുമില്ലാതെ വെറുതെ അതിൽ സമയം ചെലവഴിക്കുന്ന എത്ര ആളുകളുണ്ട്? അതുകൊണ്ട് നാം ഓരോരുത്തരും ഗൗരവമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ വസിയ്യത്ത്, ഈ നിർദ്ദേശം നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ട് എന്ന് നാം പരിശോധിക്കണം. ഇവിടെ ഇഹ്രിസ് അലാ മാ യൻഫഉക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഉലമാക്കൾ പറയുന്നു, അവന് ദുനിയാവിലാവട്ടെ, ദീനി കാര്യങ്ങൾ, ദുനിയാവിയായ കാര്യങ്ങളാവട്ടെ, അസ്ബാബുകളെ ഉപയോഗിക്കുക. അസ്ബാബുകളെ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ഉദാഹരണത്തിന് നമ്മൾക്ക് നമ്മൾ ചെയ്യേണ്ട കർമ്മങ്ങൾ പലപ്പോഴും പല ആളുകൾക്കും, മുഅ്മിനീങ്ങൾക്ക് പോലും എന്താണ് തവക്കുൽ എന്നും ആ തവക്കുലിൽ അസ്ബാബുകളുടെ സ്ഥാനം എത്രത്തോളമാണെന്നും അതെങ്ങനെ രണ്ടും ജീവിതത്തിൽ ഒരുമിച്ച് കൊണ്ടുപോകാമെന്നും പലർക്കും അറിയില്ല. അവര് പറയാനറിയാം, തവക്കുൽ എന്താണെന്ന് പറയാനറിയാം, അസ്ബാബുകൾ എന്താണെന്ന് പറയാനറിയാം. പലരും അത് രണ്ടിനെയും ഉപയോഗത്തിന്റെയും അത് ഒരുമിച്ച് കൊണ്ടുപോകുന്നതും വളരെ പിന്നിലാണ്. ഇവിടെ ഇഹ്രിസ് അലാ മാ യൻഫഉക എന്ന് പറഞ്ഞാൽ ഹലാലായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദനീയമാക്കിയിട്ടുള്ള അസ്ബാബുകളെ, ദുനിയവിയായ കാര്യങ്ങളിൽ കഴിവിന്റെ പരമാവധി ഉപയോഗിക്കാം. കഴിവിന്റെ പരമാവധി അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി. അതുപോലെ തന്നെ ദീനിയായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഉപകാരമുള്ള കാര്യങ്ങളിൽ കൂടുതൽ മുന്നിടുക. നിങ്ങൾക്ക് അള്ളാഹുവിലേക്ക് അടുക്കാൻ അല്ലെങ്കിൽ പരലോകത്തിൽ ഉപകാരം നേടിത്തരുന്ന കാര്യങ്ങൾ. ചില ആളുകൾ രണ്ട് കാര്യങ്ങൾ ഉണ്ടാകും, ദീനിയായിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, രണ്ട് അമലുകൾ. ഒന്ന് ചെയ്താൽ കൂടുതൽ ഉപകാരമുള്ളതായിരിക്കും, ഒന്ന് കുറവ് ഉപകാരമുള്ളതായിരിക്കും. അവർ ചിലപ്പോൾ കുറവ് ഉപകാരമുള്ളതിൽ ശുഗലായിട്ട് അതിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. ഏത് കാര്യത്തിലും നാം ആദ്യം പരിഗണിക്കേണ്ട വിഷയം ഏതാണ് നമുക്ക് ഏറ്റവും നഫ്ഉള്ളത്, ഏറ്റവും ഉപകാരം ഉണ്ടാകുന്ന വിഷയം. അത് നമ്മുടെ ജോലിയാവട്ടെ, കച്ചവടമാവട്ടെ, പഠനമാവട്ടെ, എന്തുമാവട്ടെ, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാമത്തെ വിഷയം എനിക്ക് ഉപകാരപ്പെടുന്ന, ദീനിയായിട്ടും ദുനിയവിയായിട്ടും ഉപകാരപ്പെടുന്ന കാര്യം ഏതാണ് എന്നുള്ളത് ആദ്യം നമ്മൾ പരിശോധിക്കണം. അപ്പോ ഈ ഇഹ്രിസ് അലാ മാ യൻഫഉക എന്നുള്ളതിന് ഉലമാക്കൾ ദുനിയവിയായ കാര്യങ്ങളിൽ അസ്ബാബുകളെ ഒരുക്കുന്നത്, അഥവാ നമ്മുടെ ജോലി അല്ലെങ്കിൽ നമ്മുടെ തലബുൽ റിസ്ഖിനെ തേടുന്നതിന് നമ്മൾ തേടുന്ന വഴി, അതുപോലെ ഏത് കാര്യങ്ങൾ. പലപ്പോഴും ഈമാനിന്റെ ആളുകൾ എന്ന് പറയുന്നവർ, ദീനിയായി ജീവിക്കുന്നു എന്ന് പറയുന്നവർ, അവരുടെ മടി കാരണം അവർ ജോലിക്ക് പോകാത്ത, അവർ കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ അവർ അധ്വാനിക്കാത്ത, അങ്ങനെ അവര് ദീനിനെ മറപിടിക്കും അതിനു വേണ്ടിയിട്ട്. അതൊക്കെ ഒന്നും ചെയ്യാൻ ആവശ്യമില്ല, അങ്ങനെ ദീനിനെ മറപിടിച്ച് ജീവിക്കുന്ന ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും. വലിയ അപകടമാണത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കരിക്കാനും നോമ്പൊൽക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്ക് മാത്രം ആളുകളെ മതി, അതിന് കുറെ ആളുകളെ വേണമെന്ന് എന്തെങ്കിൽ മനുഷ്യരെ സൃഷ്ടിക്കേണ്ട ആവശ്യമില്ല. അതിന് മലായിക്കത്തുകൾ അവിടെ ഉണ്ടായിരുന്നു. നമ്മൾ ദീനിനെ കുറിച്ച് ആലോചിച്ച് നോക്കി, എന്തിലൊക്കെയാണ് ദീനി നിയമങ്ങൾ ഉള്ളത്, എന്തിലൊക്കെയാണ്. വിവാഹത്തിലാവട്ടെ, അതുപോലെ അനന്തരാവകാശ നിയമങ്ങളാവട്ടെ, കച്ചവടങ്ങളിലാവട്ടെ, മറ്റു ഏതൊരു ചെറുതും വലുതുമായ എല്ലാ വിഷയത്തിലും ദീനിന്റെ നിർദ്ദേശങ്ങൾ കടന്നു പോകുമ്പോ മനുഷ്യൻ ഈ കാര്യങ്ങളെല്ലാം ഇടപെടുമ്പോൾ അവൻ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് വിഷയം. അല്ലാതെ ഇതിന്നൊക്കെ മാറി നിൽക്കുക എന്നുള്ളതല്ല അതുകൊണ്ട് ഉദ്ദേശം. അപ്പോൾ ദുനിയാവിന്റെ വിഷയങ്ങളിൽ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ, അമലുകൾ അത് നാം ചെയ്യുക തന്നെ വേണം. ഇനി ദീനിയായ വിഷയങ്ങളിൽ തന്നെ ചിലപ്പോൾ ഈ ഇഹ്രിസ് അലാ മാ യൻഫഉക എന്നതിന്റെ മറ്റു ചില വിശദീകരണങ്ങളാണ് പറയുന്നത്. ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് നഫ്ഉള്ള കാര്യങ്ങൾ ഒരുമിച്ച് വരും. ഉദാഹരണത്തിന് ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ദീനിയായിട്ടൊരു ഉപകാരം ഉണ്ടാവും, ദുനിയാവിയായിട്ടുള്ള ഉപകാരം. ഈ രണ്ട് കാര്യത്തിൽ ഏത് ചെയ്യണമെന്ന് നമ്മുടെ മുമ്പിൽ വന്നാൽ, ചില ജോലികൾ, ആ ജോലിക്ക് ദുനിയാവിയായിട്ട് നമുക്കൊരു നേട്ടം ഉണ്ടാവും, എന്നാൽ ദീനിയായിട്ട് നമുക്കൊരു അപകടം ഉണ്ടാവും. നമുക്ക് കൃത്യസമയത്ത് നമസ്കരിക്കാൻ പറ്റൂല, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങൾ നമ്മുടെ ദീനിയായിട്ട് കുറവ് വരും. ആ സമയത്ത് നമ്മൾ ഏതിനാ താല്പര്യം കാണിക്കേണ്ടത്? നമ്മുടെ ദീനിനാണ്. കാരണം ദീന് രക്ഷപ്പെട്ടാൽ നമ്മുടെ ദുനിയാവ് രക്ഷപ്പെടും, ദുനിയാവ് മാത്രം രക്ഷപ്പെട്ടാൽ ദീന് ഫസാദാവുകയുള്ളൂ. അത് വലിയ അപകടത്തിലേക്ക് നാം ഓരോരുത്തരെയും എത്തിക്കും. അതുപോലെ തന്നെ മറ്റു പല കാര്യങ്ങളിൽ ഈ ഹദീസിനെ ഷെയ്ഖ് ഉസൈമീൻ റഹ്മഹുല്ലാഹ് പറയുന്നുണ്ട്, ഒരു സന്ദർഭം വരികയാണ് ഒരാൾക്ക്, അവന്റെ സ്വന്തം സഹോദരനുമായിട്ട് കുടുംബബന്ധം പുലർത്തേണ്ടതും അതേസമയം അവന്റെ ഒരു പിതൃവ്യൻ, ഉപ്പാന്റെ സഹോദരൻ, അദ്ദേഹവുമായിട്ട് കുടുംബബന്ധം പുലർത്തേണ്ടതുമായ ഒരു അവസരം, രണ്ടും ഒരുമിച്ച് ഒരു അവസരം വന്നു. ഇതിൽ അവൻ ഏതിനാണ് ആദ്യം താല്പര്യം കൊടുക്കേണ്ടത്? ഏതാണ് ആദ്യം കുടുംബബന്ധം ചേർക്കുന്നതിന് പരിഗണിക്കേണ്ടത്? സ്വന്തം സഹോദരനാണ്. അവനോടാണ് ഹക്ക് കൂടുതലും അതുപോലെ ബാധ്യത കൂടുതലും. അങ്ങനത്തെ സന്ദർഭം അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ തന്നെ അയൽവാസികളെ പറ്റി പറയുന്നിടത്ത് നമുക്ക് കാണാൻ സാധിക്കും. അയൽവാസികളെ ഓരോ ഇനങ്ങളായിട്ട് ഇരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ സാധിക്കും. ഏറ്റവും അടുത്ത അയൽപക്കം ആരോടാണ്? മുസ്ലിമായ കുടുംബക്കാരായ അയൽവാസികൾ. രണ്ടാമത്തേത് ആരോടായിരിക്കും? കുടുംബക്കാരല്ലാത്ത മുസ്ലിമായ അയൽവാസികൾ. മൂന്നാമത്തേത് അയൽവാസി ബന്ധം മാത്രമുള്ളവർ. അങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ദറജകൾ, അതായത് അഹമ്മായിട്ടുള്ള ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക എന്നുള്ളത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യമാണ് വസ്തഇൻ ബില്ലാഹ്. ഈ രണ്ട് വാക്കുകളെ ഒരുമിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് നമ്മുടെ ദീനിന്റെയും ദുനിയാവിന്റെയും വിജയത്തിന് വലിയ ഉപകാരപ്രദമായിരിക്കും. അതായത് ഇഹ്രിസ് അലാ മാ യൻഫഉക എന്നുള്ളതും വസ്തഇൻ ബില്ലാഹ് എന്നുള്ളതും. വസ്തഇൻ ബില്ലാഹ്, അല്ലാഹുവിനോട് സഹായം തേടുക, അഥവാ അത്തവക്കുൽ. ഇഹ്രിസ് അലാ മാ യൻഫഉക എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു അല്ലാഹുവിനോട് സഹായം ചെയ്യുക, അഥവാ നമ്മൾക്ക് ആവശ്യമായ നമ്മുടെ ത്വലബുർ റിസ്ഖ് ആവട്ടെ, മറ്റു കാര്യങ്ങൾക്ക് നമുക്ക് ആവശ്യമായ അസ്ബാബുകളെ നാം തെരഞ്ഞെടുക്കുക, അത് നാം പ്രവർത്തിക്കുക, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യുക. പക്ഷേ ആ അസ്ബാബുകൾ എത്ര ശക്തമാണെങ്കിലും എത്ര ശക്തിയുള്ളതാണെങ്കിലും നമ്മൾ അതിനു മേലെ ഇഅ്തിമാദ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ഖൽബ് അതിനെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. വസ്തഇൻ ബില്ലാഹ്, അള്ളാഹുവിനോടാണ് നമ്മുടെ സഹായം തേടേണ്ടത്, അള്ളാഹുവിനോടാണ് ബരമേൽപ്പിക്കേണ്ടത്. ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മഹുല്ലാഹ് സലഫുകളിൽ നിന്ന് പറഞ്ഞതുപോലെ അൽ ഇൽതിഫാതു ഇലൽ അസ്ബാബി ശിർകുൻ ഫി തൗഹീദ് വമഹ്വുൽ അസ്ബാബി അൻ തകൂന അസ്ബാബൻ നഖ്സുൻ ഫിൽ അഖൽ الإعراض من الأسباب الكلية قدح في الشرع. الالتفات إلى الأسباب شرك في التوحيد. അസ്ബാബുകളുടെ മേലെ മാത്രം തിരിയുക, അസ്ബാബിനെ കാര്യകാരണങ്ങളെ മാത്രം ഇഅ്തിമാദ് ചെയ്യുക എന്നുള്ളത് അവന്റെ തൗഹീദിലുള്ള ശിർക്കാണ്. വമഹ്വുൽ അസ്ബാബി അൻ തകൂന അസ്ബാബൻ നഖ്സുൻ ഫിൽ അഖൽ. ഒരു കാരണത്തെ കാരണമായി കാണാതിരിക്കൽ അവന്റെ ബുദ്ധിയിലുള്ള കുറവാണ്. അൽ-ഇഅ്റാദ് മിനൽ അസ്ബാബിൽ കുല്ലിയ ഖദ്ഹും ഫി ശർഅ്. അസ്ബാബുകളെ കാരണങ്ങളെ പൂർണ്ണമായി വെടിഞ്ഞ് അതിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളത് അവന്റെ ദീനിനെ അവൻ അവഹേളിക്കുന്നതിന് തുല്യമാണ്. അപ്പൊ ഇത് മൂന്നും യഥാർത്ഥത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. എത്രത്തോളം എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും, ലിയസ്അൽ അഹദുകും റബ്ബഹു ഹാജതഹു ഹത്താ യസ്അലൽ മിൽഹ വഹത്താ യസ്അലഹു ശിസ്അ നഅലിഹി ഇദൻ ഖതഅ. നിങ്ങളിൽ ഒരാൾ ചോദിക്കട്ടെ റബ്ബഹു, നിങ്ങളുടെ റബ്ബിനോട്, ഹാജത, അവന്റെ ഒരു ആവശ്യം. എന്ത്? അവന് ഒരു ഉപ്പ് ആവശ്യം വന്നാലും,
അവന്റെ വീട്ടിലെ പാചകത്തിന് അവന് ഉപ്പിനാവശ്യം വന്നാലും അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. അവന്റെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയാലും അവൻ അള്ളാഹുവിനോട് ചോദിക്കട്ടെ. സഹീഹ് ബുഖാരിയിൽ മുസ്ലിമുള്ള ഹദീസാണ്. തൗഹീദ് പറഞ്ഞാൽ അതാണ്. ജീവിതത്തിലെ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾ, എത്ര ചെറിയ കാര്യമാണെങ്കിലും, നമ്മൾക്കൊന്ന് മസ്ജിദിലേക്ക് പോകണം, വുളു എടുക്കണം, നിലത്ത് വീണൊരു സാധനം എടുക്കണം, അല്ലെങ്കിൽ എന്തിനും ആവട്ടെ, നമസ്കാരത്തിലേക്ക് ഹയ്യ അലസ്വലാഹ് എന്ന് വിളിക്കുമ്പോ ലാ ഹൗല വലാ ഖുവ്വത ഇല്ലാ ബില്ലാഹ് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ആ ബാങ്ക് കേട്ടു എന്നതുകൊണ്ടും എനിക്ക് വാഹനമുണ്ട്, എനിക്ക് കാലുണ്ട്, എനിക്ക് ആരോഗ്യമുണ്ട്, ഇതല്ല ഞാൻ പള്ളിയിൽ പോയി നിസ്കരിക്കാനുള്ള കാരണം. ലാ ഹൗല, ഒരു ചലനശേഷിയോ വലാ ഖുവ്വത, ഒരു കഴിവോ ഇല്ലാ ബില്ലാഹ്, അള്ളാഹുവിനെ കൊണ്ടല്ലാതെ ഇല്ല. ഇതാണ് എന്ത് ചെറിയ കാര്യത്തിനും അള്ളാഹുവിനോട് സഹായം തേടുന്ന, കൽബ് കൊണ്ട് അള്ളാഹുവിന്റെ മേൽ ഭരമേൽപ്പിക്കുന്ന ആളുകളായി മാറണം. താഴത്ത് വീണ ഒരു പേന എടുക്കുകയാണെങ്കിൽ പോലും, താഴത്ത് വീണ ഒരു പേന എടുക്കുന്ന സമയത്ത് അറ്റാക്ക് വന്ന് മരിച്ച എത്ര ആളുകളുണ്ട് അറിയോ ലോകത്ത്? ഒരു ഡോക്ടറെ എനിക്കറിയാം, അദ്ദേഹം ഹൃദയത്തിന് രോഗിയായ ഒരാൾക്ക് മരുന്ന് എഴുതാൻ വേണ്ടി പേന എടുത്തപ്പോ അത് താഴെ വീണപ്പോ അത് എടുക്കുന്ന സമയത്ത് അറ്റാക്ക് വന്ന് ഡോക്ടർ മരണപ്പെട്ടത്. അത്രയേ ഉള്ളൂ മനുഷ്യന്റെ കാര്യം. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിൽ ഏത് നിമിഷവും പരമേൽപ്പ് ജീവിക്കുന്നവരായിരിക്കും. അതാണ് അസ്ബാബുകളെ ഉപയോഗിക്കലും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നതുമായിട്ടുള്ള ബന്ധം. അതായത് ഒരുത്തൻ അസ്ബാബുകളെ ഉപയോഗിക്കുമ്പോഴാണ് യഥാർത്ഥ രൂപത്തിൽ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ആലോചിച്ച് നോക്കിയും, അവൻ ഒരു അസ്ബാബിനെ ഉപയോഗിക്കുന്നില്ല, അവൻ പറയാൻ ഞാൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നവനാണെന്ന് അവൻ പറയുന്നു. ഉണ്ടായിരിക്കാം, ഇല്ലാതിരിക്കാം. പക്ഷെ അവനെ സംബന്ധിച്ചിടത്തോളം അവന്റെ തവക്കുൽ, അവൻ എന്തുണ്ടായി എന്നുള്ളത് അവനെ ബാധിക്കുന്ന ഒരു വിഷയമേ അല്ല. കാരണം അവനൊന്നും ഉപയോഗിച്ചിട്ടില്ല. എന്നാൽ കാര്യകാരണ ബന്ധങ്ങളെ ഉപയോഗിക്കുകയും അതുവഴി പൂർണ്ണമായി അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക എന്നുള്ളതുമാണ് യഥാർത്ഥ തവക്കുൽ. കാരണം അതിൽ ഇഅ്തിമാദ് ചെയ്യാതെ അത് ഉപയോഗിക്കാൻ പറ്റണം. അത് നമ്മൾ പരിശ്രമിച്ച് പരിശീലിച്ച് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് സലഫുകളിൽ പലരും തവക്കുലിന് അർ-റിളാ എന്ന് തഫ്സീർ കൊടുത്തു. തവക്കുലിന്റെ തഅരീഫ് പറയുമ്പോൾ അർ-റിളാ, അള്ളാഹുവിന്റെ ഖദറിലുള്ള തൃപ്തി. ഇൻഷാ അല്ലാഹ് പിന്നെ അവസാനം പറയുമ്പോൾ നമുക്ക് വിശദീകരിക്കാം. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്തൊക്കെ പറഞ്ഞു? അൽ മുഅ്മിനുൽ ഖവി, ലഈഫ് എന്നുള്ളത് പറഞ്ഞു, ഇഹ്രിസ് അലാ മാ യൻഫഉക എന്ന് പറഞ്ഞു, വസ്തഇൻ ബില്ലാഹ് എന്ന് പറഞ്ഞു. എന്നിട്ട് പറയുകയാണ് വലാ തഅജിസ്, നിങ്ങൾ ദുർബലനാവരുത്. അതായത് നാം ചെയ്യേണ്ട ജോലി നമ്മൾ ചെയ്യണം, പൂർണ്ണമായും അള്ളാഹുവിൽ വരമേൽപ്പിക്കണം. അതേ സമയത്ത് ദുർബലത കാണിക്കരുത്, ദുർബലതനായി മാറരുത്. അഥവാ ഒരു കർമ്മം നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ നിരാശനായി പോകരുത്. അതായത് നാം നമ്മുടെ കഴിവിന്റെ പരമാവധി അതിന് പരിശ്രമിക്കുകയും അള്ളാഹുവിൽ പൂർണ്ണമായി തവക്കുലും ചെയ്ത ചില ആളുകൾ അതിൽ വേണ്ട പോലെ പരിശ്രമിക്കാതെ മടി കാണിക്കും, അതിൽ നിന്ന് പിൻവാങ്ങും. ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോ അതിൽ നിന്ന് ഇത് നടക്കില്ല, അത് പിൻവാങ്ങും. അവർക്ക് അവരിൽ ഒരു വിശ്വാസമോ അവരിലൊരു ദൃഢതയോ, അതായത് അവർ ചെയ്യുന്ന പ്രവർത്തനത്തിൽ അള്ളാഹു തവക്കുലും ചെയ്തിട്ട് ഇത് സാധിക്കും എന്നുള്ള ധൈര്യമോ ഒന്നുമില്ലാതെ ചില കച്ചവടങ്ങൾ ആളുകൾ കാണാം. കച്ചവടത്തിൽ അവൻ ചെയ്യേണ്ടതുപോലെ ചെയ്യുകയും പരമേൽപ്പിക്കുകയും ചെയ്തിട്ട് വീണ്ടും അവന് വേണ്ട പോലെ പ്രവർത്തിക്കാത്ത ആള്. ചില തുല്ലാബുകൾ, ഇൽമ് നേടുന്നവർ, അവരെങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഇൽമിനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാതെ അതിൽ നിന്ന് അജിസ്, ദുർബലരാകുന്നവർ. ചില ഉദാഹരണങ്ങൾ ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്നുണ്ട്. ഒരു തുല്ലാബ്, ഒരു തലബുൽ ഇൽമിനെ സംബന്ധിച്ച്, താലിബിനെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്. അവനെ സംബന്ധിച്ച് വരുന്ന ചില കാര്യങ്ങൾ. അവൻ ഒരു കിതാബ് വായിക്കുകയാണ്, അവന് ഒരുപാട് നഫ്ഉള്ള, ഒരുപാട് ഉപകാരം ചെയ്യുന്ന, ഒരുപാട് മസ്ലഹത്തുള്ള ഒരു കിതാബ് വായിക്കുകയാണ്. അവനത് വായിച്ചു കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞ് അവന് വീണ്ടും വേറൊരു കിതാബ് എടുത്ത് വായിക്കും. ഇവിടെ അവൻ വായിക്കുക എന്നുള്ളത് അവൻ ചെയ്യുന്ന ഇഹ്രിസ് അലാ മാ യൻഫഉ, അവന് ഉപകാരമുള്ള കാര്യമാണ് ചെയ്യുന്നത്. അവൻ അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുന്നുണ്ട്, വസ്തഈൻ ബില്ലാഹ് അതും ചെയ്യുന്നുണ്ട്. പക്ഷെ അവന് അജിസ് സംഭവിച്ചിട്ടുണ്ട്. അതെന്താണ്? ഷെയ്ഖ് ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയാണ്, ലാ തഅജിസ് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഐ ലാ തത്റുക അൽ അമൽ, അമലിനെ ഒഴിവാക്കരുത്. അതായത് അവൻ പുസ്തകങ്ങൾ വായിക്കുന്നുണ്ട്, പക്ഷെ അവൻ എന്ത് ചെയ്യുന്നില്ല? അതിനനുസരിച്ച് അമല് ചെയ്യുന്നില്ല. അതാണ് അവിടെ അജിസ്. അവൻ പഠിക്കുന്നുണ്ട്, അവൻ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പക്ഷേ അതുകൊണ്ടുള്ള അമൽ അവൻ ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ചില താലിബുകൾ എന്തെങ്കിലും ഒരു മസ്അല അവർ തെരഞ്ഞു പഠിക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു കിതാബിലേക്ക് നോക്കി ആ മസ്അല പഠിക്കാൻ എടുക്കും. ആ മസ്അല നോക്കുന്ന സമയത്താവും അതിൽ ഇത് നോക്കി കഴിയുമ്പോൾ തന്നെ മറ്റൊരു മസ്അല കാണും. അവസാനം അത് നോക്കും, അത് കഴിഞ്ഞ് നോക്കുമ്പോൾ വേറൊന്ന് കാണും അതിനേക്കാൾ നല്ലത്, അപ്പൊ അത് വായിക്കും. പിന്നെ അങ്ങനെ വായിച്ച് അവൻ എന്തിനാണോ അത് തുറന്നത് ആ ഉപകാരം അവന് കിട്ടൂല. ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഒരിക്കൽ
ഒരു വിദ്യാർത്ഥിയോട് ഒരു സഹാബിയുടെ ജീവിതത്തിന്റെ ചരിത്രം കൊണ്ടുവരാൻ പറഞ്ഞു. പഠിച്ചിട്ട് വായിച്ചിട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ വിദ്യാർത്ഥി സഹാബാക്കളുടെ ചരിത്രത്തിന്റെ എല്ലാം കിതാബ് തുറന്നു. അങ്ങനെ വായിച്ചിട്ട് അവൻ ഏത് സഹാബിയുടെ ആണോ പറഞ്ഞത് അങ്ങനെ തുറന്നു നോക്കി. അതിന്റെ ഇടയിൽ വേറെ സഹാബിയുടെ കണ്ടു, അത് കുറച്ച് വായിച്ചു. അതിന്റെ ഇടയിൽ വേറെ ഒന്ന് കണ്ടു, അത് കുറച്ച് വായിച്ചു. അത് കഴിഞ്ഞ് വേറെ കണ്ടു, കുറച്ച് വായിച്ചു. അവനവന്റെ സമയം പാഴാക്കി. അവൻ എന്ത് പണിയാണോ ഏൽപ്പിച്ച് അതവന് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അവൻ എന്താണോ ചെയ്യേണ്ടത് അതവൻ ചെയ്യുന്നില്ല. ഇതാണ് ഏതൊരു കാര്യത്തിനും ഏതാണോ പ്രാധാന്യമുള്ളത് എന്ന് പരിഗണിക്കുകയും അതുപോലെ തന്നെ അതിൽ പൂർണ്ണമായൊരു ദുർബലത കാണിക്കാത്ത ആ പ്രാധാന്യം കൊടുത്ത് ചെയ്യാൻ നാം പഠിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ ഇത്ബാൻ ഇബ്നു മാലിക് സഹാബി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ വീട്ടിൽ വന്നൊരു സ്ഥലത്ത് നമസ്കരിക്കണം. എനിക്കതൊരു മുസല്ലയായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് നമസ്കരിക്കാൻ ഒരു സ്ഥലമായിട്ട് നിങ്ങൾ വീട്ടിൽ വന്ന് നമസ്കരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം ഈ സഹാബിയുടെ വീട്ടിലേക്ക് പോവാൻ, ഒപ്പം മറ്റു സഹാബികൾ വേറെയുമുണ്ട്. അങ്ങനെ വീട്ടിലെത്തിയ സമയത്ത് അനുവാദം ചോദിച്ച് വീട്ടിൽ പ്രവേശിച്ചപ്പോ ഇത്ബാൻ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബാക്കൾക്കും വേണ്ടി ഭക്ഷണം ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കയറി ഉടനെ ചോദിച്ചു, ഐനൽ മകാന അല്ലദീ തുരീദു അൻ നുസല്ലിയ ഫീഹ്, ഞങ്ങൾ നമസ്കരിക്കണമെന്ന്, അതായത് നാം നമസ്കരിക്കണമെന്ന് ഉദ്ദേശിക്കുന്ന സ്ഥലം എവിടെയാണ്, അത് കാണിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ ആ സ്ഥലം കണ്ടു, അവിടെ റസൂലുള്ളാഹി നമസ്കരിച്ചു. അതിനുശേഷം ഒരുക്കിയ ഭക്ഷണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഭക്ഷിച്ചു. ഉലമാക്കൾ പറയുന്നു, ഫഹാദാ ദലീലുൻ അലാ അന്നൽ ഇൻസാന യബ്ദഉ ബിൽ അഹം, ഇതിൽ നിന്ന് നമുക്ക് ദലീൽ ലഭിക്കുന്നുണ്ട്, ഏതാണോ ഏറ്റവും പ്രാധാന്യമുള്ളത് അതിനു വേണ്ടി അത് ആദ്യം ചെയ്യുക എന്നുള്ളതിന് ഈ വിഷയത്തിൽ നിന്ന് ദലീൽ ലഭിക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ നാം പറഞ്ഞ വിഷയം ലാ തഅജിസ്, ദുർബലത, മടി, നാം ചെയ്യേണ്ട കർമ്മങ്ങൾ നാം ചെയ്യുക തന്നെ വേണം. എന്നിട്ട് അള്ളാഹുവിൽ ഭരമേൽപ്പിക്കലാണ് യഥാർത്ഥ തവക്കുൽ. യഥാർത്ഥ തവക്കുൽ എന്ന് പറഞ്ഞാൽ നാം ചെയ്യേണ്ട കർമ്മങ്ങൾ നാം ചെയ്യുകയും പൂർണ്ണമായും അസ്ബാബുകളിൽ നിന്ന് വിട്ട് ഖൽബ് അള്ളാഹുവിൽ മാത്രം ഇഅ്തിമാദ് ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയാണ്. അതിന് മടി പിടിച്ചിട്ടോ ഭയപ്പെട്ടിട്ടോ എന്നെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിച്ചിട്ടോ അതിന്റെ ഒന്നും ആവശ്യമില്ല. ലാ തഅജിസ്, ഈ രണ്ട് കാര്യങ്ങളുണ്ടോ, നീ ചെയ്യുന്ന കർമ്മങ്ങൾ നീ ചെയ്യുന്നു, പൂർണ്ണമായി അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നു, നിനക്കൊരു ദുർബലതയുടെയും ആവശ്യമില്ല, നിനക്കൊരു പേടിയുടെയും ആവശ്യമില്ല. ഇതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫൈൻ അസാബക ശൈഉൻ, നിന്നെ എന്തെങ്കിലും ബാധിക്കുകയാണെങ്കിൽ ഫലാ തഖുൽ ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ നീ പറയണ്ട ഞാൻ അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ ആവുമായിരുന്നു എന്നുള്ളത് നീ പറയേണ്ട ആവശ്യമില്ല. അതായത് ഇവിടെ നാം പറഞ്ഞ ആദ്യത്തെ കാര്യങ്ങൾ, നീ ചെയ്യേണ്ട കർമ്മങ്ങൾ നീ ചെയ്തു, അള്ളാഹുവിൽ നീ ബലമേൽപ്പിച്ചു, എന്നിട്ടും നീ ദുർബലത കാണിച്ചില്ല, എന്നിട്ടും നിനക്ക് എന്തെങ്കിലും ബാധിച്ചാൽ, അഥവാ നീ വിചാരിക്കാത്ത പോലെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നീ പ്രതീക്ഷിക്കാത്ത പോലെ, നീ വിചാരിക്കാത്ത പോലെ എന്തെങ്കിലും ഒരു കാര്യം നിനക്ക് ബാധിച്ചാൽ നീ എന്ത് പറയണ്ട, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ അങ്ങനെയൊക്കെ ആവുമായിരുന്നല്ലോ എന്ന് നീ പറയണ്ട. സഹോദരങ്ങളെ, പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മളിപ്പോ നമ്മുടെ ജീവിതത്തിൽ വളരെ മുഖ്യമായ ഒരു യാത്രക്ക് വേണ്ടി നാം തയ്യാറെടുത്തു. ആ യാത്രക്ക് അല്ലെങ്കിൽ ഒരു ഹജ്ജിന് പോകാൻ നമ്മൾ തീരുമാനിച്ചു എന്ന് വിചാരിക്കുക. ഹജ്ജിന് പോകാൻ വേണ്ടി എല്ലാം തയ്യാറാക്കി ഒരുക്കിയെത്തി നമ്മൾ പോകുന്ന സമയത്ത്, നമ്മൾ കാർ ഒരുക്കി എയർപോർട്ടിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കാറ് കേടുവന്നു, കാറ് സ്റ്റാർട്ടാവുന്നില്ല, പകുതിയിൽ വെച്ച് വഴിയിൽ നിന്നു, വേറെ വാഹനം കിട്ടിയില്ല, അങ്ങനെ നമ്മൾക്ക് ആ ഹജ്ജിന് തന്നെ പോകാൻ പറ്റിയില്ല. ആ ഫ്ലൈറ്റ് പോയി, അത് നടന്നില്ല എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ എന്തോ മുഖ്യമായ നമ്മുടെ ജോലി, നമ്മുടെ ഒരു പരീക്ഷ, അങ്ങനെ എന്തുമാവട്ടെ, അങ്ങനെ ഒരു അവസ്ഥയിൽ നാം പറഞ്ഞു പോവാണ്, ഞാൻ അങ്ങനെയൊക്കെ വേറെ വണ്ടി നോക്കിയാൽ മതിയായിരുന്നു, അങ്ങനെ ചെയ്താൽ മതി, അതിൽ കാര്യമില്ല. കാരണം നാം ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നാം ചെയ്തിട്ടുണ്ട്. എന്നിട്ടും ആ കാര്യം നടക്കുന്നില്ല എങ്കിൽ അത് നമ്മുടെ നിയന്ത്രണത്തിൽപ്പെട്ട കാര്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാഹു ഗാലിബുൻ അലാ അംരിഹി വലാകിന്ന അക്സറൻ നാസി ലാ യഅലമൂൻ. അല്ലാഹു ആണ് അവന്റെ കാര്യങ്ങൾ നടത്തുന്നത്. അല്ലാഹു അവന്റെ തീരുമാനങ്ങൾ, അവന്റെ കാര്യങ്ങൾ നടത്തും. എന്നാൽ ജനങ്ങളിൽ അധിക പേർക്കും അതറിയില്ല. അതെങ്ങനെയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ രീതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ അധിക പേർക്കും കഴിയില്ല എന്നുള്ളത്.
വളരെ ഗൗരവത്തിൽ നാം മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി പറയാൻ ഇന്ന റബ്ബക ഫഅഅലുൽ ലിമാ യുരീദ്. അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അവൻ നടപ്പിലാക്കുന്നവനാണ്. അവന്റെ ഏതൊരു കാര്യവും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തീരുമാനത്തിലൂടെ ഏത് നടക്കുന്ന അഥവാ അല്ലാഹുവിന്റെ മശീഅത്ത് എന്ത് കാര്യമാവട്ടെ അത് അല്ലാഹുവിന്റെ ഹിക്മത്തിനോടും അല്ലാഹുവിന്റെ ഇൽമിനോടും ബന്ധപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വമാ തശാഊന ഇല്ലാ അയ്യശാ അല്ലാഹ് ഇന്നല്ലാഹ കാന അലീമൻ ഹകീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിക്കാതെ വേറെ ആരും ഒന്നും ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞു പറയാണ്. അല്ലാഹു തആല അലീമും ഹക്കീമുമാണ്. അഥവാ അല്ലാഹുവിന്റെ ഒരു തീരുമാനം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട് എങ്കിൽ നമുക്കില്ലാത്ത ഇൽമിന്റെയും നമുക്കില്ലാത്ത ഹിക്മത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ആ കാര്യം അവിടെ നടക്കുന്നത്, ആ കാര്യം അവിടെ സംഭവിക്കുന്നത്. അത് മനസ്സിലാക്കാൻ നാം തയ്യാറാവണം. അല്ലാഹു തആല പറഞ്ഞില്ലേ വഅസാ അൻ തക്റഹു ഷൈഅൻ വഹുവ ഖൈറുൽ ലക്കും വഅസാ അൻ തുഹിബ്ബു ഷൈഅൻ വഹുവ ശർറുൽ ലക്കും. നമ്മൾ ഖൈറാണെന്ന് വിചാരിക്കുന്ന ഒരു കാര്യം അതെന്തായിരിക്കാം? നമുക്ക് ദോഷമുള്ളതായിരിക്കാം. നമ്മൾ ദോഷമാണെന്ന് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം അത് നമുക്ക് ഖൈറായിട്ടും മാറാം. എത്രയോ കാര്യങ്ങൾ ജീവിതത്തിൽ നാം ദോഷമാണെന്ന് വിചാരിച്ചത് നന്മയായി മാറിയിട്ടുണ്ടാകാം, നന്മയാണെന്ന് വിചാരിച്ചത് ദോഷമായിട്ടും മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ട് എന്തെങ്കിലും നാം ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തതിനു ശേഷം സംഭവിക്കുന്ന വിഷയത്തിന്റെ മേലെ നാം നിരാശപ്പെടേണ്ട, അത് പൂർണ്ണമായി ഉൾക്കൊള്ളാൻ നമുക്ക് പറ്റണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തൊട്ടടുത്തതായിട്ട് പറഞ്ഞത് വലാകിൻ ഖുൽ ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ. നീ പറയേണ്ടത് ഖദ്ദറല്ലാഹ്, അല്ലാഹു തആല തീരുമാനിച്ചതാണത്, വമാ ശാഅ ഫഅൽ, അല്ലാഹു തആല അവൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തിക്കും. സഹോദരങ്ങളെ, ഇത് എനിക്ക് പറയാനും നിങ്ങൾക്ക് കേൾക്കാനും എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിൽ അതുപോലുള്ള ഒരു സന്ദർഭത്തിൽ ഖൽബിൽ ഒരു തരി നിരാശയില്ലാതെ ഒരു അംശം പോലും വിഷമമില്ലാതെ അള്ളാഹുവിന്റെ ഖദറാണ്, ഇതിന് പിന്നിൽ എനിക്കറിയാത്ത ഒരു നന്മ എനിക്ക് ഒളിച്ചിരിപ്പുണ്ടാകും, എനിക്കറിയാത്ത ഹിക്മത്തും ഇൽമും ഇതിന് പിന്നിൽ എന്റെ റബ്ബിനുണ്ട് എന്നുള്ള വിശ്വാസത്തിൽ അതിൽ തൃപ്തി അടയുന്ന അവസ്ഥയുണ്ടല്ലോ, അതാണ് ഖുവ്വത്തുള്ള ഈമാൻ അൽ മുഅ്മിനുൽ ഖവി. ഉലമാക്കൾ പറയും ഒരു മുസീബത്തിന്റെ ബാധിച്ച ഒരു അടിമയുടെ അവസ്ഥ, ഒരു മുഅ്മിനിന്റെ അവസ്ഥ, അവന്റെ മേൽ സ്വബ്ർ നിർബന്ധമാണ്. ഒരു മുഅ്മിന്റെ മേലെ ബാധിക്കുന്ന മുസീബത്തിൽ ക്ഷമിക്കുക എന്നുള്ളത് അവന്റെ മേലെ നിർബന്ധമാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് മുസ്തഹബായിട്ട് ഒരു അടിമക്ക് റിളാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഖദറാക്കുന്ന വിഷയത്തിൽ പൂർണ്ണമായ തൃപ്തി. അതാണ് സഹോദരങ്ങളെ തവക്കുലിന്റെ യാഥാർത്ഥ്യം. തന്റെ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിക്കുന്ന ഏതൊരു വിഷയവും ആ സമയത്ത് അതേ തൃപ്തിയിൽ ഉൾക്കൊള്ളാൻ കഴിയുക, അതാണ് യഥാർത്ഥത്തിൽ തവക്കുൽ. അതാണ് തവക്കുലിന് റിളാ എന്ന് സലഫുകൾ തഅരീഫ് പറഞ്ഞത്. അതിനേക്കാൾ ഉപരിയായിട്ട് അവന് ഹംദ് ചെയ്യാൻ സാധിക്കും അള്ളാഹുവിനെ. തനിക്ക് ബാധിച്ച മുസീബത്തിൽ ഹംദ് ചെയ്യുന്നവർ, സ്വന്തം മകൻ മരിച്ച് അല്ലെങ്കിൽ സ്വന്തം കുട്ടി മരിച്ച് അൽഹംദുലില്ലാ എന്ന് പറയുന്നവൻ അല്ലാഹു തആല സ്വർഗത്തിൽ ബൈത്തുൽ ഹംദ് പണി. അതിലും മേലെ ശുക്ർ ചെയ്യാൻ സാധിക്കും ഈമാനിന്റെ ശക്തി അനുസരിച്ച്. തനിക്ക് ബാധിച്ച മുസീബത്തിന്റെ മേലെ അള്ളാഹുവിന് ശുക്ർ കാണിക്കുന്ന ഒരു മുഅ്മിൻ, അതിനും മേലെ അള്ളാഹുവിനെ കാണാനുള്ള അതിയായ ആഗ്രഹമുണ്ടാകും തനിക്കൊരു മുസീബത്ത് ബാധിച്ചാൽ. ഓരോരുത്തരുടെ അവസ്ഥയാണ്. അതേസമയത്ത് മുനാഫിഖുകളെയും കുഫാറുകളുമായ അവസ്ഥയോ, കുഫാറുകൾക്ക് മുസീബത്ത് ബാധിച്ചാൽ അള്ളാഹുവിന്റെ മേൽ നിരാശയായിരിക്കും. അള്ളാഹുവിന്റെ മേൽ നിരാശ, എനിക്ക് എന്തെങ്ങനെ ബാധിച്ച്, എന്തൊരു കഷ്ടാണിത്, ഞാൻ എന്തെന്റെ ജീവിതത്തിൽ ഇങ്ങനെ നടക്കുന്നത്. പുരുഷന്മാരും സ്ത്രീകളുമായ എന്റെ സഹോദരന്മാർ ചിന്തിച്ചു നോക്കി, ചെറുതും വലുതുമായ നിങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ. ഞാൻ ഉദാഹരണം പറഞ്ഞുതരാ, നമ്മുടെ സ്ത്രീകളോട് പൈപ്പിൽ വെള്ളം വന്നില്ല ഒരു ദിവസം, അപ്പൊ പറയും എന്തൊരു കഷ്ടാണ് ഇത്, എന്താ അങ്ങനെ ഇങ്ങനെ. സഹോദരങ്ങളെ, അത് അള്ളാന്റെ ഖദറിന്ന് പുറത്തു പോണ വിഷയമൊന്നല്ല. അത് അള്ളാഹു തആലക്ക് വലിയ വലിയ കാര്യങ്ങൾ മതി, ഇതൊന്നും വേണ്ടെന്നല്ല. അതാ റസൂലുള്ള പറഞ്ഞത്, പാചകത്തിനുള്ള ഉപ്പ് പോലും നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്ന അവസ്ഥ. അതുപോലെ സഹോദരങ്ങൾ, ബൈക്ക് ഒരു ദിവസം നേരത്തെ ഒരു സ്ഥലത്തേക്ക് പോകണം, ബൈക്ക് സ്റ്റാർട്ട് ആവുന്നില്ല, കാർ സ്റ്റാർട്ട് ആവുന്നില്ല. അള്ളാന്റെ നിയന്ത്രണത്തിന് അപ്പുറമുള്ള സാധനമൊന്നുമല്ല നമ്മുടെ കാറും ബൈക്കും. ചെരുപ്പിന്റെ വള്ളി പൊട്ടുകയാണെങ്കിൽ പോലും അള്ളാഹുവിനോട് ചോദിക്കുന്ന അവസ്ഥ. ഇതാണ് ഈമാനിന്റെ ഖുവ്വത്ത്, അള്ളാഹുവിന്റെ ഖദറിൽ ഉണ്ടാവുന്ന തൃപ്തി എന്ന് പറഞ്ഞാൽ. മുനാഫിക്കുകൾ നിരാശപ്പെടും, ഈമാനിന്റെ കുറവനുസരിച്ചിട്ട് ഓരോരുത്തരുടെ അവസ്ഥ വ്യത്യാസമായിരിക്കും. കുഫാറുകൾ അതിൽ തിന്മയിൽ മുഴുകും, അള്ളാഹുവിനെ ധിക്കരിക്കുന്ന അവസ്ഥ ഉണ്ടാകും. സഹോദരങ്ങളെ, നാം ചിന്തിക്കുക, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യേണ്ട പോലെ കർമ്മങ്ങൾ ചെയ്യുകയും അള്ളാഹുവിന് നല്ല വിശ്വാസത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയും ഒരു ദുർബലത കാണിക്കാതെ ചെയ്യുകയും ചെയ്തിട്ട് നമുക്ക് നിരാശ വരിക എന്നുണ്ടെങ്കിൽ നമ്മൾ
പേടിച്ചു കൊള്ളുക. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം പറഞ്ഞ വാക്ക് എന്താ അറിയോ? ഫഇന്ന ലൗ തഫ്തഹു അമല ശൈത്താൻ. ലൗ അതായത് ഇതുപോലെയുള്ള അള്ളാഹുവിന്റെ ഖദറിലുള്ള ഒരു കോപം മൂലം വെറുപ്പ് മൂലം പറയുന്ന ലൗ, അങ്ങനെ ഇങ്ങനെയല്ലോ അങ്ങനെയല്ലോ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നല്ലോ എന്നുള്ള പറച്ചില് എന്താണ്? ശൈത്താന്റെ അമലിന് കതക് തുറക്കും. സഹോദരനെ, നമ്മുടെ ഖൽബ് സാബിത്താവുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഖദറിലുള്ള യഖീനാണ്, അള്ളാഹുവിന്റെ ഖദറിലുള്ള റിളയാണ്, അള്ളാഹുവിന്റെ ഈമാനിന്റെ പൂർത്തീകരണമാണ്. നമ്മുടെ ഖൽബ് എപ്പോഴും സബാത്തോടുകൂടി സലീമായിരിക്കുക എന്നുള്ളത്. അള്ളാഹുവിന്റെ ഒരു ഖദറിൽ നമുക്ക് നിരാശ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഖൽബ് ആകെ ഇളകാൻ തുടങ്ങും, ആ ഒരു തുമനീനത്ത് നഷ്ടപ്പെടും. പിന്നെ ശുഭഹത്തും ഷഹ്വത്തും ശൈത്താന് പെട്ടെന്ന് ഇടാൻ പറ്റും. ആ ഖൽബ് ഒരു അടുപ്പിൽ തീ കത്തുന്നത് പോലെ ആളിക്കത്തും, ഷഹ്വത്ത് കൊണ്ടും ശുഭഹത്ത് കൊണ്ടും. അവൻ ഒരു പാപം ചെയ്യാൻ നിർബന്ധിതനാകും. അള്ളാഹുവിന്റെ നമ്മളതിനെ ചിന്തിച്ചാൽ മതി. ഒരു മുഅ്മിനീങ്ങൾക്ക് ഞാൻ പറയുന്ന എളുപ്പത്തിൽ മനസ്സിലാക്കാതായിരിക്കും. നാം നല്ല അവസ്ഥയിലായിരിക്കും, ദീനിയായിട്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്ത് ഏറ്റവും നല്ലൊരു അവസ്ഥയിൽ പോവുകയായിരിക്കും. പെട്ടെന്നൊരു മുസീബത്ത് ബാധിക്കുമ്പോൾ നമുക്ക് നിരാശയായി കഴിഞ്ഞാൽ നാം അറിയില്ല, നമുക്കത് അതിനെക്കുറിച്ച് നമുക്ക് അറിവുണ്ടാവില്ല. പിന്നെ നമുക്ക് എന്താ അറിയില്ല, നമ്മൾ പാപങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്ന അവസ്ഥ, നമ്മൾ പാപങ്ങൾ ചെയ്യാൻ അവസരം കൂടെ നമ്മൾ കൂടുതൽ പാപങ്ങളിൽ മുഴുകുന്ന അവസ്ഥ. അവിടെ യഥാർത്ഥത്തിൽ എന്താണെന്നറിയോ? അള്ളാഹുവിന്റെ എന്തെങ്കിലും ഒരു ഖദറിൽ നമുക്കൊരു അസ്വസ്ഥത വന്നിട്ടുണ്ടാകും. അത് കൽബിനെ ഇളക്കും. കൽബ് ഇളകിക്കഴിഞ്ഞാൽ ഷൈത്താന് അഥവാ അള്ളാഹുവിന്റെ ഖദറിൽ നിരാശ വന്നു കഴിഞ്ഞാൽ ഷൈത്താൻ അവിടെ കതക് തുറക്കും. നമുക്ക് പിന്നെ പാപങ്ങളിലേക്ക് പെട്ടെന്ന് വീഴ്ത്തും. ഒരുപാട് ഉപകാരമുള്ള മനോഹരമായ ഒരു ഹദീസാണത്. ചിന്തിക്കുന്നവർക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു വിഷയം. ഈ ഹദീസ് പറയുമ്പോൾ ഇതിന്റെ അവസാനം ചില കാര്യങ്ങൾ പറയേണ്ടതുണ്ട്. അത് പറയാതെ ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതായത് ലൗ എന്നുള്ള വാക്ക് ഷൈത്താന്റെ അമലിനെ കതക് തുറക്കുമെന്ന് പറഞ്ഞപ്പോൾ ചില സന്ദർഭങ്ങളിൽ ലൗ എന്നുള്ള വാക്ക് ഉപയോഗിക്കൽ അനുവദനീയമാണ്. അത് തെറ്റാവൂല, ഷൈത്താന്റെ കതക് തുറക്കുന്ന ഒരു അവസ്ഥയാവൂല. അത് നമ്മൾ പറഞ്ഞുതരാം. അതായത് നാം പറഞ്ഞല്ലോ, നാം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തു, അള്ളാഹുവിൽ വരമേൽപ്പിച്ചു, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. എന്നിട്ട് ലൗ എന്ന് പറഞ്ഞ് അങ്ങനെ എങ്ങനെ ആകുമായിരുന്നു എന്ന് പറയുന്നതാണ് ഷൈത്താനിന്റെ അമല് വേണ്ടി തുറക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവുക. അതല്ലാതെ ചില ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു മുശ്രിക്കുകളുടെ അവസ്ഥ, അള്ളാഹുവിന്റെ മശീയത്തിനോടും ലൗ എന്ന് പറയുന്ന അവസ്ഥ. അള്ളാഹു തആല മുശ്രിക്കുകളെ പറ്റി പറഞ്ഞു, സയഖൂലുൽ ലദീന അശ്റകൂ ലൗ ശാ അല്ലാഹു മാ അശ്റക്നാ വലാ ആബാഉനാ വലാ ഹറംനാ മിൻ ഷൈ. അതായത് അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ എന്താവൂല, ശിർക്ക് ചെയ്യൂല, ഞങ്ങൾ ഉപ്പമാരൊന്നും ഇങ്ങനെ ആവൂല എന്ന് മുശ്രിക്കുകൾ പറയും. അത് തെറ്റാണ്. കാരണം അള്ളാഹിനെതിരെ നിൽക്കാൻ, അള്ളാഹുവിന്റെ മാസിയത്തിൽ മുഴുകാൻ ഉപയോഗിക്കുന്ന ഒരു ന്യായമാണത്. എന്നാൽ ലൗ എന്നുള്ള വാക്ക് ഉപയോഗിക്കൽ അനുവദിക്കപ്പെട്ട മേഖല എന്ന് പറഞ്ഞാൽ നമ്മുടെ നിയന്ത്രണത്തിൽ അല്ലാത്ത കാര്യങ്ങളിലാണ്. ഉദാഹരണത്തിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അലി റളിയല്ലാഹു അൻഹു തന്റെ മകളായ ഫാത്തിമ ബിയുടെയും അലി റളിയല്ലാഹു അൻഹുവിന്റെയും വീട്ടിലേക്ക് പോവുകയാണ്. ആ സമയത്ത് അവർ ഉറങ്ങുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു പറഞ്ഞു, മാ മനഅകുമാ അൻ തഖൂമ, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കാൻ എന്താ നിങ്ങളെ തടഞ്ഞത്, എന്താ നിങ്ങൾ എണീക്കായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ അലി റളിയല്ലാഹു ഫാത്തിമത്തു ബിൻത് മുഹമ്മദ് അവര് പറയാണ്, ഫഖാല അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന അൻഫുസനാ ബിയദില്ലാഹ് ലൗ ശാഅ അൻ നഖൂമ ലഖുംനാ. ഞങ്ങളുടെ നഫ്സ് പറഞ്ഞാൽ അള്ളാഹിന്റെ കയ്യിലാണ്. ലൗ ശാഅ അല്ലാഹ്, അല്ലാഹു തആല ഉദ്ദേശിക്കുന്നെങ്കിൽ ഞങ്ങൾ എണീക്കുമായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ തിരിച്ചു പോകുമ്പോൾ തന്റെ തൊടയിലടിച്ചുകൊണ്ട് ഖുർആൻ ആയത്ത് ഓതി, വകാനൽ ഇൻസാനു അക്സറ ശൈഇൻ ജദല. മനുഷ്യൻ വലിയ താർക്കികൻ തന്നെ. കാരണം അത് ന്യായമായൊരു മറുപടിയാണ്. കാരണം ഒരുത്തൻ ഉറങ്ങിപ്പോവുക, അതായത് സുബൈക്ക് പിന്നെ എണീക്കാൻ നിയ്യത്ത് വെക്കാതെയും അതിനുള്ള അലാറം വെക്കാതെയും കിടന്നുറങ്ങുന്ന ആളുകളോടല്ല ഈ പറയുന്നത്. എണീക്കാനുള്ള പണിയൊക്കെ എടുത്തിട്ട് ഉറങ്ങിപ്പോണ ആളുകളുണ്ടാവും. നമ്മൾ എല്ലാം കൃത്യമായി നിയ്യത്ത് സുബഹിക്ക് എഴുന്നേൽക്കണം, അതിന് വേണ്ട അലാറം വെച്ചു, അതിനുള്ള സൗകര്യങ്ങളൊക്കെ നോക്കി എന്നിട്ട് ഉറങ്ങിപ്പോകുന്നുണ്ടാവും. അതിന് ലവ് എന്ന് പറയാം. പക്ഷേ ഇതൊന്നും ചെയ്യാതെ പിന്നെ ഉറങ്ങിപ്പോകുമ്പോ ഇത് പറഞ്ഞപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നും പറയാതെ പോവാണ്. കാരണം റഫ്ഉൽ ഖലമി അൻ സലാസ്, 3 ആളുകളിൽ നിന്ന് അല്ലാഹു തആല പേന ഉയർത്തിയിട്ടുണ്ട്. ഉറങ്ങുന്നവർ, അതുപോലെ മജ്നൂൻ, അതുപോലെ കുട്ടികൾ പ്രായപൂർത്തിയാകുന്നത് വരെ. അതായത് അപ്പൊ അത് ന്യായമായൊരു കാരണമാണ്. അതുപോലെ മറ്റൊരു സംഭവമാണ് സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരിക്കൽ പറയുകയുണ്ടായി, ഞാൻ ഇന്ന് എന്റെ 70 ഭാര്യമാരുടെ അടുത്തേക്ക് പോകും. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന് ഒരുപാട് ഭാര്യമാരുണ്ടായിരുന്നു. 70 ഭാര്യമാരുമായിട്ട്
ലൈംഗികമായി ബന്ധപ്പെടാൻ, അവരോട് കൂടെ കിടപ്പറ പങ്കിടാൻ ഞാൻ പോകും. അതിൽ ജനിക്കുന്ന കുട്ടികളൊക്കെ അള്ളാഹുവിന്റെ കുട്ടികൾ ഉണ്ടാകും, അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാനുള്ള ആളുകളായിട്ട് ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഫഖാല ലഹു സാഹിബുഹു ഔ അൽ മലക് ഖുൽ ഇൻഷാ അല്ലാഹ്. ഇത് പറഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഒപ്പമുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മലക്ക് പറഞ്ഞു ഖുൽ ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ ഫലം യഖുൽ വനസിയ, സുലൈമാൻ നബി അലൈഹി ഇസ്ലാം പറഞ്ഞില്ല, മറന്നുപോയി, ഇൻഷാ അല്ലാഹ് പറയാൻ മറന്നുപോയി. എന്നിട്ട് ഫലം തഅതി വാഹിദത്തുൻ മിൻ നിസാഇഹി ഇല്ലാ വാഹിദത്തുൻ ജാഅത് ബിശഖ്ഖി ഉലാമിൻ. അങ്ങനെ ഒരാളും അന്ന് രാത്രി ഒരാളും ഗർഭിണിയായില്ല എന്ന്, ഒരാൾ ഒഴികെ വേറെ ആരും ഗർഭിണിയായില്ല. ആ ഒരാൾ പ്രസവിച്ചതാവട്ടെ കുട്ടി പൂർണ്ണമാകുന്നതിന് മുമ്പ് പൂർണ്ണത എത്താത്ത കുട്ടിയാണ് പ്രസവിച്ചത്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വലൗ ഖാല ഇൻഷാ അല്ലാഹ് ലം യഹ്നസ് വകാന ദറകൻ ലഹു ഫീ ഹാജതി. ആ സുലൈമാൻ നബി അലൈഹി സ്വലാം ഇൻഷാ അല്ലാഹ് പറഞ്ഞിരുന്നുവെങ്കിൽ ആ പറഞ്ഞതുപോലെ കാര്യം നടക്കുമായിരുന്നു എന്നുള്ളത്. അവിടെ ലൗ എന്ന് ഉപയോഗിച്ചു. അഥവാ സുലൈമാൻ നബി അലൈഹി സ്വലാം എന്ത് ചെയ്തില്ല, ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞിട്ടില്ല, ആ ചെയ്യേണ്ട അമൽ ചെയ്തിട്ടില്ല, അതുകൊണ്ട് അത് പറഞ്ഞു. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വേറെയും ഒരുപാട് ഹദീസുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലൗ എന്ന് ഉപയോഗിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള സന്ദർഭത്തിൽ ഉപയോഗിക്കാം. അതല്ലാതെ അള്ളാഹുവിന്റെ ഖദറിൽ നിരാശനായി നമ്മൾ ചെയ്യേണ്ടതൊക്കെ ചെയ്ത് അള്ളാഹുവിൽ വരമേൽ ചെയ്തിട്ടും കാര്യം നടക്കാത്തപ്പോ ഒരു വെറുപ്പ് പ്രകടിപ്പിക്കുന്ന അവസ്ഥയിൽ പറയുന്ന ലൗ, അത് സഹോദരങ്ങളെ ശൈത്താന് നമ്മുടെ മേലെ ഒരു അധികാരം ഉണ്ടാക്കി കൊടുക്കുന്ന, ശൈത്താന് ഒരു അമലിനുള്ള കതക് തുറന്നു കൊടുക്കുന്ന ഒരു അവസ്ഥ അതിലൂടെ ഉണ്ടാകും. അതുകൊണ്ട് അത് നമ്മൾ സൂക്ഷിക്കണം. അതുപോലെ തന്നെ ലൗ എന്ന് പറയുന്ന മറ്റൊരു സന്ദർഭം കൂടി ഇവിടെ സൂചിപ്പിക്കുകയാണ്. ചില ആളുകൾ നമസ്കരിക്കാൻ പറഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പാപത്തിൽ നിന്ന് ഒഴിവാവണം, കള്ളുടിക്കരുത് എന്ന് പറഞ്ഞാൽ, മറ്റെന്തെങ്കിലും പറഞ്ഞാൽ അവർ പറയും അള്ളാഹ് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അത് ചെയ്യില്ല, അള്ളാഹ് ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാൻ നിസ്കരിക്കുമായിരുന്നു. അത് അബദ്ധമാണ്, അത് തെറ്റാണ്. കാരണം അവരെ കൊണ്ട് കഴിയുന്ന കാര്യം ചെയ്യാതെ പാപത്തിൽ മുഴുകാൻ ഉപയോഗിക്കുന്ന ഒരു തന്ത്രം മാത്രമാണത്. എന്നാൽ ഒരാൾ പാപം ചെയ്തു, ഏതൊരു പാപം ചെയ്തു, അവൻ പശ്ചാത്തപിച്ചു, അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ ചെയ്തു കൂടുതൽ മുന്നോട്ടടുത്തു, എന്നിട്ട് ആരെങ്കിലും ആ പാപത്തിന്റെ മേലെ അവനെ അവഹേളിക്കുകയാണെങ്കിൽ അവൻ എന്ത് പറയാം? അള്ളാഹ് ഖദറാക്കിയ കാര്യമാണ്, അള്ളാഹ് ഖദറാക്കിയ കാര്യമാണ്, അത് കഴിഞ്ഞു. അത് അങ്ങനെ പറയുന്നത് തെറ്റല്ല. കാരണം നമുക്കറിയാം ആദം നബി അലൈഹി ഇസ്ലാം പറഞ്ഞത്, ആദം നബി അലൈഹി ഇസ്ലാമും മൂസാ നബി അലൈഹി ഇസ്ലാമും ഒരു സംസാരം ഉണ്ടായി. മൂസാ നബി അലൈഹി ഇസ്ലാം ആദം നബിയോട് പറഞ്ഞു, നിങ്ങൾ മനുഷ്യരുടെ പിതാവല്ലേ, ഞങ്ങളുടെ ഉപ്പയല്ലേ, നിങ്ങൾ അള്ളാഹുവിന്റെ കൈകൊണ്ട് സൃഷ്ടിച്ചതല്ലേ, നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചു, നിങ്ങൾ സ്വർഗത്തിൽ നിന്ന് ആ പഴം കഴിച്ചതുകൊണ്ടല്ലേ ഞങ്ങൾ മനുഷ്യർക്കൊക്കെ ഈ അവസ്ഥ ഉണ്ടായത് എന്ന് പറഞ്ഞു. അപ്പൊ ആദം നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞു, മൂസ, നിങ്ങൾ അള്ളാഹ് സംസാരിച്ച ആളല്ലേ, നിങ്ങൾക്ക് തൗറാത്ത് നൽകപ്പെട്ടല്ലേ, തൗറാത്തിൽ നിങ്ങൾ കണ്ടിട്ടില്ലേ നിന്നെ സൃഷ്ടിക്കുന്നതിന്റെ 50,000 വർഷം മുമ്പ് അള്ളാഹ് രേഖപ്പെടുത്തിയതാണ് എന്ത്, ഞാൻ ഈ പഴം കഴിക്കുന്നുള്ളു, ഇതിന്റെ പേരിൽ നിങ്ങൾ എന്തിനെ എന്നെ ആക്ഷേപിക്കുന്നത് എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ ആദം നബി അലൈഹി സ്വലാം ആ സംവാദത്തിൽ, ആ സംസാരത്തിൽ വിജയിച്ചു എന്നുള്ളത്. ഈ വിഷയം ഇൻഷാ അല്ലാഹ് അള്ളാഹുവിന്റെ മശീയത്ത്, അള്ളാഹുവിന്റെ ഇറാദത്ത്, മശീയത്തു ശർഈ കൗനി അല്ല ഇറാദത്തു ശർഈ കൗനി, അതുപോലെയുള്ള വിഷയങ്ങൾ അള്ളാഹിന്റെ ഖദർ എന്ന് ആഴത്തിൽ പഠിക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് കൂടുതൽ മനസ്സിലാവും. ഇവിടെ നാം പറയുന്ന വിഷയം, നാം ചെയ്യേണ്ട കർമ്മങ്ങൾ ചെയ്തും അള്ളാഹുൽ വരമേൽപ്പിച്ചതിനു ശേഷം നമുക്കുണ്ടാകുന്ന അള്ളാഹുവിന്റെ തീരുമാനത്തെ നാം ഉൾക്കൊള്ളുക പൂർണ്ണ തൃപ്തിയോടെ, പൂർണ്ണ തൃപ്തിയോടെ. അതാണ് നാം ചെയ്യേണ്ടത്. ഖദ്ദറല്ലാഹ് വമാ ശാഅ ഫഅൽ. അതെന്തോ ആവട്ടെ, എന്ത് കാര്യമാവട്ടെ, നമുക്ക് എത്ര വലിയ മുസീബത്താവട്ടെ, ധൈര്യമായിട്ട് ചെറുതും വലുതുമായ എല്ലാ കാര്യത്തിലും അത് അള്ളാഹുവിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് ധൈര്യത്തോടെ ഖുവ്വത്തോടു കൂടി നമ്മുടെ ഹൃദയത്തിൽ ഉറപ്പിച്ചാൽ അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ്. ഖുവ്വത്തുള്ള മുഅ്മിനീകളാവണം നാം ഓരോരുത്തരും. ഈമാനിൽ ഖുവ്വത്തുള്ള മുഅ്മിനീകളായി നാം ഓരോരുത്തരും മാറണം. അതിന്റെ ഏറ്റവും ഉന്നതമായ വഴി, തൗഹീദിന്റെ ഏറ്റവും പൂർണ്ണത, ഈമാനിന്റെ ഉന്നതമായ അവസ്ഥ അള്ളാഹുവിന്റെ ഖദറിലുള്ള റിളയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ വിഷയം ചിന്തിക്കുകയും മനസ്സിലാക്കുകയും കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്യുക. ഈ ഹദീസ് ഒന്നുകൂടി പറഞ്ഞിട്ട് നാം അവസാനിപ്പിക്കുകയാണ്. عن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുഅ്മിനുൽ ഖവിയ്യു ഖൈറുൻ വഅഹബ്ബു ഇലല്ലാഹി മിനൽ മുഅ്മിനിൽ ദഈഫ് വഫീ കുല്ലിൻ ഖൈർ. ഖവിയായ മുഅ്മിൻ, ശക്തനായ വിശ്വാസി, ദുർബലനായ വിശ്വാസിയേക്കാൾ ഖൈറുള്ളവനും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടവനുമാണ്. വഫീ കുല്ലിൻ ഖൈർ, എന്നാൽ രണ്ടുപേരിലും ഖൈറുണ്ട്. ഇഹ്രിസ് അലാ മാ യൻഫഉക്, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതിൽ നിങ്ങൾ ഹിർസ് കാണിക്കുക, താല്പര്യം, അതിനോട് കൂടുതൽ കാണിക്കുക.
വസ്തഈൻ ബില്ലാഹ്, അള്ളാഹുൽ സഹായം ചോദിക്കുക, അള്ളാഹുൽ ബരമേൽപ്പിക്കുക. വലാ തഅജിസ്, നിങ്ങൾ ദുർബലനായി പോകരുത്, നിരാശയോ മടിയനോ ആയി നിങ്ങൾ മാറിപ്പോകരുത്. വഇൻ അസാബക ശൈഉൻ ഫലാ തഖുൽ, ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നീ ഉദ്ദേശിച്ച പോലെ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ, നിനക്ക് സംഭവിച്ചില്ല എങ്കിൽ നീ പറയണ്ട ലൗ അന്നി ഫഅൽതു കാന കദാ വകദാ, ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെ ആവുമായിരുന്നു എന്ന് നീ പറയണ്ട. വലാകിൻ ഖുൽ, എന്നാൽ നീ പറയുക ഖദ്ദറല്ലാഹ് വമാ ശാ ഫഅൽ, അല്ലാഹു തആല ഖദറാക്കിയതാണ്, അവൻ ഉദ്ദേശിക്കുന്നത് അവൻ ചെയ്യും. ഫഇന്ന ലൗ തഫ്തറു അമല ശൈത്താൻ, ലൗ എന്നുള്ളത് അഥവാ അള്ളാഹുവിന്റെ ഖദറിലുള്ള നിരാശയും വിഷമവും ടെൻഷനും ശൈത്താനിന്റെ അമൽ തുറക്കുന്നതാണ്. അഥവാ ശൈത്താന് നമ്മുടെ മേലെ കൂടുതൽ അധികാരം ചെലുത്തുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിന്റെ ഖദറിലുള്ള നിരാശ എന്നുള്ളത്. അതുകൊണ്ട് ശക്തമായ മുഅ്മിനീങ്ങളായിട്ട്, ഈമാനുള്ള മുഅ്മിനീങ്ങളായിട്ട് നാം മാറണം. അള്ളാഹു തആലയുടെ എന്ത് തീരുമാനവും ഉൾക്കൊള്ളാനും അതിൽ തൃപ്തിയടയാനും അതിൽ അള്ളാഹുവിനെ ഹംദ് ചെയ്യാനും കഴിയുന്ന മുഅ്മിനീങ്ങളായി നാം മാറാൻ ശ്രമിക്കുക. അത് നമ്മൾ സാധിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ഒരു ഖൈറില്ല എന്നല്ല, ളഈഫായ മുഅ്മിനീങ്ങൾക്കും ഖൈറുണ്ട്. ഈമാനുള്ളവർ എന്നും ഉന്നതർ തന്നെയാണ്. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കാനും ജീവിതത്തിൽ പകർത്താനും നമുക്ക് ഓരോരുത്തർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു വൽ ഗഫൂറുർ റഹീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി